നിരന്തരം ഇപ്പം ഷഹനാസ് പരാതി പറഞ്ഞിരുന്നു, അതും ഷാഫി പറമ്പിലിനോട് പറഞ്ഞിരുന്നു അവർ എന്ന്, അതും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പറഞ്ഞിരുന്നു. ഏത് തെരഞ്ഞെടുപ്പ്? രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാടേക്ക് നിയോഗിക്കുന്ന സമയത്ത് ഷാഫി പറമ്പിലിനോട് താൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിച്ചിട്ടുണ്ടെന്ന് ഷഹനാസ് നേരത്തെ വന്ന് പറഞ്ഞു. പരിഗണിക്കപ്പെട്ടില്ല. വനിതാ നേതാക്കൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന്, നേതാക്കളല്ല കേട്ടോ, വനിതാ നേതാക്കൾ എന്ന് എം ഹസൻ അടക്കമുള്ളവർ പറയുന്ന സാഹചര്യം ഉണ്ടായി. നോക്കൂ, ഈ പോസ്റ്റ് ഇട്ട് പിൻവലിച്ചത് KC വേണുഗോപാലിന്റെ ഭാര്യയാണ്. ഉമാ തോമസ് അന്ന് മരിച്ചു എന്നല്ല കേട്ടോ അന്ന് പറഞ്ഞത്, മരിച്ചു പോയാൽ മതിയായിരുന്നു എന്നാണ് അവരൊരു നിലപാട് പറഞ്ഞപ്പോൾ ഈ പറയുന്ന സൈബർ സംഘങ്ങൾ പറഞ്ഞത്. കേരളത്തിൽ നിരന്തരം കേരള രാഷ്ട്രീയത്തിൽ സമാനതകളില്ലാത്ത തരത്തിൽ പറഞ്ഞതും പറയാത്തതുമായ ഇരകളുണ്ടെന്ന് ബോധ്യപ്പെട്ട ഒരു കേസിൽ ഇപ്പോഴും നമ്മുടെ ജനപ്രതിനിധിയാണ് എന്ന് പറയുന്നത് നരകത്തോളം തല താഴ്ത്തി വെച്ച് മാത്രം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആദ്യം തന്നെ അഡ്വക്കേറ്റ് അനിൽ ബോസിന് ഒരു മറുപടി പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിക്കുന്നു. എന്റെ പേര് ശരണ്യ എന്നാണ്. എനിക്ക് 30 വയസ്സുണ്ട്. അനിൽ ബോസ് വിളിച്ചതുപോലെ ഞാൻ ഒരു കുഞ്ഞല്ല, കുട്ടിയല്ല. 8 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം ചെയ്തു വരുന്ന ആളാണ്. കൃത്യമായ നിലപാടുകൾ കൃത്യമായ സമയങ്ങളിൽ ഇത്തരം എല്ലാ വിഷയങ്ങളിലും പറഞ്ഞു തന്നെ പോകുന്ന ഒരാളാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഷാഫിയോട് പരാതി പറയുന്നത് 2024 ഇലക്ഷന് തൊട്ട് മുമ്പ്. എന്നിട്ടും ഷാഫിന്റെ നോമിനി ആയിട്ട് പാലക്കാട് മണ്ഡലത്തില് രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചിട്ടുണ്ട്. അയാൾ വിജയിച്ചിട്ടുണ്ട്. കൈപ്പത്തി ചിഹ്നത്തിലാണ് അയാൾ വിജയിച്ചിട്ടുള്ളത്. ഈ വസ്തുത അവിടെ നിലനിൽക്കട്ടെ. അടുത്ത സാധനം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ കേസുകളുടെയും ഹിസ്റ്ററി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അയാൾ ചെയ്തിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഒന്ന് ലൈംഗിക പീഡനമാണ്. പീഡനം തന്നെയാണ്, റേപ്പാണ്. അതിൽ അതിജീവിതമാര് പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. പരസ്പര സമ്മതമുള്ള, അതായത് കൺസെന്റോട് കൂടിയുള്ള ബന്ധങ്ങളിൽ പോലും ഒരു റേപ്പിസ്റ്റിനെ പോലെയാണ് അയാൾ ബിഹേവ് ചെയ്യാന്നാണ് അതിജീവിതമാരെ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള പീഡനമാണ്. പിന്നെ വധഭീഷണിയാണ്, സാമ്പത്തിക തട്ടിപ്പാണ്. ഇതിനൊക്കെ പുറമെയാണ് ഒരു തരത്തിലുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റും എടുക്കാതെ, ഡോക്ടറുടെ ഗൈഡൻസ് ഇല്ലാണ്ട് ഗർഭചിത്രത്തിനുള്ള മെഡിസിൻ, അതായത് അതിജീവിതമാരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന തരത്തിൽ മെഡിസിൻ അവർക്ക് കൊടുക്കുക എന്ന് പറയുന്ന സാധനം. ഇത്രയും കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളെയാണ് ഇവരൊക്കെ വന്നിരുന്നിട്ട് ചാനൽ ചർച്ചകളിൽ ന്യായീകരിക്കുന്നത്. അപ്പം ഈ നേരത്തെ ചർച്ചയിൽ CPM പ്രതിനിധി പറഞ്ഞതുപോലെ ഈ MLA കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് മണ്ഡലത്തിലെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഏത് ജയിലിലേക്കാണ് ആ നാട്ടിലെ ജനങ്ങൾ പോകേണ്ടതെന്നുള്ള കാര്യത്തിൽ ഉത്തരം പറയേണ്ടത് കോൺഗ്രസ് ആണ്. കാരണം അവരാണ് ഇവനെപ്പോലൊരു പേവേട്ടിനെ ആ മണ്ഡലത്തിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചത്. ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്ന ന്യായീകരണത്തോട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ജനങ്ങൾക്കും, നീതിബോധമുള്ള മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരാൾക്കും യോജിക്കാൻ പറ്റാത്തത് ഈ വസ്തുതകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഷാനിബിക്ക പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിൽ വന്ന പരാതികളിൽ എത്രയോ കൂടുതൽ പരാതികൾ ഇനി വരാൻ ബാക്കിയുണ്ട്. അപ്പോ ഈ പരാതികൾ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല, അതിജീവിതമാരായിട്ടുള്ള സ്ത്രീകളെ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരവും കോൺഗ്രസ് തന്നെയാണ് പറയേണ്ടത്. കാരണം അയാളുടെ പ്രിവിലേജിനെയാണ് അതിജീവിതമാര് പേടിക്കുന്നത്. അയാൾക്ക് കിട്ടുന്ന മാസ് സപ്പോർട്ടിനെയാണ് പേടിക്കുന്നത്. ആ സപ്പോർട്ട് കൊടുക്കുന്ന ജനങ്ങളെയാണ് ഇവർ പേടിക്കുന്നത്. പരാതിക്കാരികളെ വിക്ടിം ബ്ലെയിമിങ് ചെയ്യുക, അവരെ ബോഡി ഷെയ്മിങ് ചെയ്യുക, അവരുടെ ഫാമിലി പരമായിട്ടുള്ള സാധനങ്ങളോ കുടുംബ സാധനങ്ങളോ വലിച്ചിട്ടിട്ട് അവരെ വലിച്ചു കീറിയിട്ട് അവരെ ചോദ്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം ചെയ്ത ക്രൈമിനെ ഒരു തരത്തിലും അഡ്രസ് ചെയ്യാണ്ടാണ് ആളുകൾ അയാളെ ന്യായീകരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ ആണെങ്കിൽ അവൾ ഇത് അനുഭവിക്കേണ്ടതാണെന്ന് പറയുന്നു. പരാതിക്കാരിയുടെ മുൻ ഭർത്താവിനെ തേടി പിടിച്ചു പോകുന്നു. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോയിട്ട് അവരെ തെറി വിളിക്കുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള കൂടുതൽ പരാതികൾ പുറത്തു വരിക എന്നുള്ളത്? അതിനെ നമ്മൾ വളരെ വലിയ രീതിയിൽ ഭയപ്പാടോടുകൂടി തന്നെ കാണേണ്ടതുണ്ട്. കാരണം പോക്സോ കേസ് അടക്കമുള്ള സാധനങ്ങൾ രാഹുലിനെതിരെ ഉണ്ടെന്നാണ് ഇന്നലെ ഞാനൊരു എഴുത്ത് വായിച്ചത്. അപ്പൊ അത്രയും വലിയ ക്രിമിനൽ ആയിട്ടുള്ള ഒരാൾക്കെതിരെ പരാതിപ്പെടാൻ ജനങ്ങൾ ഭയക്കുന്നുണ്ട്. അയാളുടെ ഭീഷണികൾ ഭയക്കുന്നുണ്ട്. അയാൾ പോലീസിന് ഭീഷണിപ്പെടുത്തുവാണ്. കുറച്ചു നാൾ മുന്നേ പുറത്തു വന്നൊരു വീഡിയോയിൽ അയാൾ പറയുന്നുണ്ട്, നിന്റെ സേവനത്തിനുള്ള പാരിതോഷികം ഞാൻ തരാം. അയാൾ അച്ഛന്റെ പ്രായമുള്ള ഒരു പോലീസുകാരനോട് അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇന്നലെ മിഞ്ഞാന്ന് അയാൾ അറസ്റ്റ് ചെയ്ത സമയത്ത് അയാൾ പറഞ്ഞു, ഞാൻ ഒറ്റക്ക് മത്സരിച്ചാൽ പോലും വിജയിക്കാൻ മാത്രമുള്ള സ്ട്രെങ്ത് എനിക്ക് ഇപ്പൊ ഉണ്ട് എന്നാണ്. ഈ ധൈര്യം അയാൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ ധൈര്യത്തെയാണ് അതിജീവിതമാര് ഭയപ്പെടുന്നത്. ഇയാൾക്ക് കിട്ടുന്ന സപ്പോർട്ടിനെയാണ് ഭയപ്പെടുന്നത്. ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം പെർവേർട്ടുകളെ, മാനിപ്പുലേറ്റേഴ്സിനെ സമൂഹത്തിൽ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ,
ആ സപ്പോർട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ വായടപ്പിക്കാൻ മാത്രം ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇവര് ഇത്തരത്തിലുള്ള ആളുകൾ